ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഈ കഥ നടക്കുന്നത് ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ്. നഗരത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാറി ഒരു കൊച്ചു ഗ്രാമം. ഗ്രാമത്തിന്റെ പേര് മധോപാട്ടി. ഈ ഗ്രാമത്തിൽ ഇന്ത്യയിൽ ഇന്നിതുവരെ സംഭവിക്കാത്ത ഒരു അത്ഭുതം സംഭവിച്ചു. വെറും 75 കുടുംബങ്ങൾ മാത്രമുള്ള മധോപാട്ടിയിൽ നിന്ന് ഇന്ത്യയുടെ ബാക്ക് ബോണായ സിവിൽ സർവീസിലേക്ക് IAS IPS മേഖലയിലേക്ക് ഏതാണ്ട് 50ഓളം പേർ കടന്നു വരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിന് വിളിപ്പേര് വരുന്നു, ഇന്ത്യയുടെ IAS ഫാക്ടറി. ഇതൊരു കെട്ടുകഥയല്ല കേട്ടോ, യാഥാർത്ഥ്യം. പലരും ഇതിനെക്കുറിച്ച് പഠിച്ചു, ഞങ്ങളും ഇതിനെക്കുറിച്ച് പഠിച്ചു. വെറും 75 കുടുംബങ്ങൾ മാത്രമുള്ള മധോപാട്ടിക്ക് ഇന്ത്യയുടെ IAS ഫാക്ടറി ആകാമെങ്കിൽ 40 ലക്ഷം കുടുംബങ്ങളുള്ള തൃശ്ശൂരിന് എന്തുകൊണ്ട് അത് ആവർത്തിച്ചുകൂടാന്നുള്ള ചോദ്യം ഉയരുന്നത്. അതെ, തൃശ്ശൂർ ഒരുങ്ങുകയാണ് മറ്റൊരു മധോപാട്ടിയാകാൻ. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും അനന്ത IAS അക്കാദമി സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് എക്സാമിലേക്കും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യൂ.